നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അടിവയർ എങ്ങനെയാണ് കുറയുക എന്നുള്ളതാണ്. എന്നോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചോദിച്ചിരുന്നു, അടിവയർ കുറയാനുള്ള വീഡിയോ ഇടാൻ പറ്റുമെന്ന്. തീർച്ചയായും നിങ്ങളൊരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ബാധ്യസ്ഥനാണ്. ഞാനത് തീർച്ചയായും ഇട്ടിരിക്കും. ചില സമയം കുറച്ച് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും എന്ന് മാത്രം. കാരണം ആദ്യം ചോദിച്ചവർക്കുള്ള വീഡിയോ ഷെഡ്യൂളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്ന ഇടയിലായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ടാണ് ഡിലേ ആകുന്നത്. പിന്നെ ഒരുപാട് പേർ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനതെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ചിലരെയൊക്കെ മിസ് ചെയ്ത് പോകാറുണ്ട്. കാരണം യൂട്യൂബിൽ മെസ്സേജ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അവസാനം വരുന്ന മെസ്സേജുകളായിരിക്കും നമ്മൾ ആദ്യം കാണുക. ആദ്യം വരുന്ന മെസ്സേജുകൾ അങ്ങനെ ഹൈലൈറ്റ്സ് ആയിട്ട് കാണാറില്ല. അതുകൊണ്ടാണ് സ്കിപ്പായി പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി അറിയണം, ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റ ഐ ഡി സഞ്ജയ് സ്പേസ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ്. SANJAI ആണ്, Y അല്ല. സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ. അതിലെനിക്ക് മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും ഇൻസ്റ്റയിലാണെങ്കിൽ എനിക്ക് റിപ്ലൈ ചെയ്യാനും എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ, എനിക്ക് വേറെയും കുറച്ച് തിരക്കുകളുള്ള ആളാണ്. അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അടിവയറിനുള്ള വർക്കൗട്ടും അതുപോലെ തന്നെ മേലെ ഈ പോസ്റ്റർ അപ്പർ ഭാഗത്തുള്ള വർക്കൗട്ടും ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമുക്ക് വർക്കൗട്ടിലോട്ട് കയറാം. വർക്കൗട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ചിലരൊക്കെ പറയും, വയറിന് കളിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ വയറ് മാത്രമേ കുറയുള്ളൂ, ഞങ്ങളുടെ വയറ് കുറയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക. ഞാൻ ഡയറ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. ഡയറ്റ് ഫോളോ ചെയ്യാതെ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചതിന് ശേഷം വയറിന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു റിസൾട്ടും വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം വർക്കൗട്ടിന് പ്രാധാന്യം കൊടുക്കുന്നോ അത്രത്തോളം ഡയറ്റും ചെയ്യുക. പിന്നെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്കിന്നി ഫാറ്റ് ബോഡിയും നോർമൽ ബോഡിയും ലീൻ മസിൽ ബോഡിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോഡി ചിലപ്പോൾ സ്കിന്നി ഫാറ്റ് ബോഡി ആണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ മസിലിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവും ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് 90% ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വർക്കൗട്ട് സ്ഥിരമായി ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് വരിക. 1-2 ദിവസം 3-4 ദിവസം കൊണ്ട് റിസൾട്ട് വരില്ല. പിന്നെ നമ്മൾ വയറ് കുറയാൻ വളരെ പെട്ടെന്ന് വയറ് കുറയുമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലരൊക്കെ അതിൽ കമൻ്റ് ഇട്ടിട്ട് കളിയാക്കുന്ന പോലെ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും മോട്ടിവേഷനാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ 100 കിലോ ഉള്ള ഒരു വ്യക്തി എൻ്റെ ജിമ്മിലോട്ട് കയറി വരുമ്പോൾ അദ്ദേഹം ആദ്യം വളരെ വിഷമത്തോടു കൂടിയായിരിക്കും എന്നോട് ചോദിക്കുന്നത്, സാർ എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് ഒന്ന് കുറച്ച് ഒരു 10-80 കിലോ 85 കിലോ ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് എത്രത്തോളം കാലതാമസം വരും, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എത്രയുണ്ട്, ഇത്രയ്ക്ക് അതിന് ശേഷം നമുക്ക് ആ റിസൾട്ട് വരുള്ളൂ എന്ന് 100% അറിയാം. പക്ഷേ നമ്മളെപ്പോഴും അവരെ ഒരു മോട്ടിവേറ്റ് ചെയ്യാണ് പതിവ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. അദ്ദേഹം വർക്കൗട്ട് ചെയ്യും, ഡയറ്റ് പ്ലാൻ ചെയ്യും, ഞങ്ങൾ പറയുന്നത് എല്ലാം കേൾക്കും എന്ന് പറഞ്ഞ പോലെ. നെഗറ്റീവ് പറയുന്നവർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണ്, നീ ഒരിക്കലും നന്നാവില്ല, അല്ലെങ്കിൽ നിനക്കിത് വരില്ല എന്ന് പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങൾക്കിത് വരും, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയും. നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. നമ്മുടെ ശരീരമല്ലേ, നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ ശരീരം വരും. നമുക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി, അതിനുള്ള ഒരു ഡെഡിക്കേഷൻ ലെവൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് കിടന്നിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ലോവർ പോർഷൻ പോകാൻ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് റൈസ് തന്നെയാണ്. 2 കൈ നമ്മുടെ ബട്ടക്സിന് അടിയിലോട്ട് വെക്കുക. അതിനുശേഷം കാലുകൾ ഒന്ന് ഉയർത്തി പിടിക്കുക. ചെറിയൊരു ബെല്ലിന് മുട്ടിന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വരിക. 1 2 3 4 5 6 7 8 9 10. ഇത് ലെഗ് റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഹാർഡായിട്ടൊക്കെ തോന്നും, പക്ഷേ അത് ചെയ്യാൻ ശ്രമിക്കാം. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ റിപ്പീറ്റേഷൻ ഒരു 30 കുറയാതെ ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് മാത്രം 10 ചെയ്ത് നിർത്തുകയാണ്. നിങ്ങളത് ഒരു 10-15 ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡോളം റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് വൺ, നമ്മൾ ഇത് ചെയ്തതിന് ശേഷം 2 കാല് നേരെ സ്ട്രെയിറ്റ് പിടിക്കുക. ബ്രീത്ത് ഹോൾഡ്
ഹോൾഡ് ചെയ്ത് 30 സെക്കൻഡിൽ നിൽക്കാൻ ശ്രമിക്കുക. പതുക്കെ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യാം. പിന്നെ റിലീസ് ചെയ്യാം. പരമാവധി നിങ്ങൾക്ക് എത്രത്തോളം ബ്രീത്ത് പിടിക്കാൻ പറ്റുന്നോ അത്രത്തോളം പിടിച്ചു നിന്നതിന് ശേഷം പതുക്കെ റിലീസ് ചെയ്യാം. ഇതും നമ്മളൊരു 10-30 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് വൺ, നമ്മളെപ്പോഴും ലോവറിലോട്ട് ഉള്ള അടിവയർ പോകണമെങ്കിൽ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ലെഗ് അപ്പ് ചെയ്തിട്ടുള്ള എക്സസൈസുകളാണ് കൂടുതലായിട്ട് ഉത്തമമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. ഇനി നെക്സ്റ്റ്, ലെഗ് ഒന്ന് അപ്പ് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഈ ഹെഡിൽ കൈ വെക്കുക. കൈ വെച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഈ എക്സസൈസ് നമ്മൾ ഒരു 10x3 ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാലിങ്ങനെ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ബെഞ്ച് വെക്കുക. ഒരു ബെഞ്ച് വെച്ചതിന് ശേഷം ബെഞ്ചിന്റെ മുകളിലോട്ട് കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കുക. 1 2 3 4 5. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ അറിയാൻ പറഞ്ഞ പോലെ തന്നെ കാലിങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പിടിക്കാൻ കഴിയില്ല. അവർ ബെഞ്ച് വെച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ കാല് ബെഞ്ചിന് മുകളിൽ ഒന്നുകൂടെ കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം 1 2 3 4 5 6. ഇപ്പം ഞാൻ കാണിച്ച എക്സസൈസും ഒരു 10 എണ്ണം വരെ ചെയ്യുക. ഇത് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റേഷൻ 30 ചെയ്യുന്നത്. തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ എക്സസൈസുകളും ഇതുപോലെ ഒരുമിച്ച് 30 ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറ്റുന്ന 3-4 എക്സസൈസുകൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തതിന് ശേഷം അതൊരു ദിവസം ചെയ്യുക. അതിനുശേഷം ഡെയിലി ചെയ്യണമെന്നില്ല, ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കുക. ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം ചെയ്യുക. ഇനി വന്ന് നെക്സ്റ്റ് ഓൺ ചെയ്യേണ്ടത് അതേപോലെ തന്നെ കാലൊക്കെ വെച്ച ശേഷം അടിയിലൊക്കെ പിടിക്കുക. ശേഷം കറക്കി 1 2 3 4 5. കൈ പിടിച്ച് കറക്കി കാലിൻ്റെ അടിയിലോട്ട് വരിക. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് ചെയ്യാം. ഈ ചെയ്യുന്ന എക്സസൈസും ഇതുപോലെ തന്നെ നമ്മൾ ഒരു 30 എണ്ണം വേണം ചെയ്യാൻ ചുരുങ്ങിയത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഒരു സബ്സ്ക്രൈബർ ചോദിച്ചപ്പോൾ നമ്മുടെ അപ്പർ പോർഷൻ കിട്ടാനുള്ള എക്സസൈസ് അതാണ്. അത് നമ്മൾ എളുപ്പം പറഞ്ഞാൽ കാല് മുട്ട് മടക്കി വെക്കുക. മുട്ട് മടക്കി വെച്ചതിന് ശേഷം കൈയോടെ വെച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. പിന്നെ 2 കൈ, അതിനുശേഷം അതും 30 എണ്ണം ചെയ്യുക. അതിനുശേഷം 2 കൈ നെഞ്ചിൽ വെക്കുക. നെഞ്ചിൽ വെച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. അപ്പറിന് കിട്ടാൻ ഏറ്റവും നല്ല 2 എക്സസൈസ് ആണത്. അത് ചെയ്യുക. ഇനി നമ്മുടെ ലോവർ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഇരിക്കുക. ഇന്ന് 2 കൈ ഇവിടെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിനു ശേഷം ലെഗ് അപ്പ് ചെയ്തിട്ട് താഴ്ത്തുക. ബോഡി കുറച്ച് ബെൻഡ് ചെയ്യുക. ചെയ്ത ശേഷം 1 2 3 4 5. ഇതും റിപ്പീറ്റേഷൻ ചെയ്യുന്നത് 10x3 ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ നേരെ ഇരിക്കുക. ഇതിന് ശേഷം ലെഗ് പുഷ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി ലാസ്റ്റ് വൺ, ഇതിൽ നമ്മുടെ അടിവേർ പോകാൻ ഏറ്റവും നല്ലത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എക്സസൈസ് നിർത്തുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, പ്ലാങ്ക് എക്സസൈസ് നിർബന്ധമാണ്. കൈ രണ്ടും മടക്കി വെക്കുക. വെച്ച ശേഷം മുട്ടുമടയാൻ നിൽക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഒരു 10-15 സെക്കൻഡ്, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 30 സെക്കൻഡ് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും നേരം നിൽക്കുക. ബ്രീത്ത് നന്നായി പിടിക്കുക. ഇത് നിർബന്ധമാണ്.
നന്നായിട്ട് പിടിച്ച് നേരെ ബോഡി സ്റ്റഡിയാക്കി നിൽക്കുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് എല്ലാം ടൈറ്റ് ആവും. ഇനി ലാസ്റ്റ് വൺ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അടിവയർ കുറയണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യണം. നമ്മൾ നേരെ കമന്ന് കിടക്കുക. കിടന്നതിന് ശേഷം രണ്ട് കൈ ചെസ്റ്റിൻ്റെ താഴെയായി അവിടെ വെക്കുക, കാല് നേരെ വെക്കുക, ബോഡി നേരെ നന്നായിട്ട് മുകളിലോട്ട് നിൽക്കുക. ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുക, നന്നായിട്ട് വലിയ തിരിഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും സമയം നിൽക്കുക. അത് 15-30 സെക്കൻഡ് നിൽക്കാതെ അത്ര തന്നെ. പിന്നെ റിലാക്സ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിൽക്കുക. അതിനുശേഷം ഒന്നുകൂടെ ചെയ്യാം. നമ്മൾ അടിവേരം നന്നായിട്ട് വലിയണം. ഇങ്ങനെ ബെൻഡ് ചെയ്ത് പരമാവധിക്കുക. ഇതിന് ശേഷം ലാസ്റ്റ് ഇതിന് ശേഷം കൈ ഇവിടെ വെക്കുക. അതിനുശേഷം ബോഡി ഫ്രണ്ടിലോട്ട് ബാക്ക്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബ്ഡോമിനൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും മസിൽസ് ക്യാച്ച് ചെയ്യുക വല്ലതാണെങ്കിൽ ഈ സ്ട്രെച്ചിങ്ങിലൂടെ അതെല്ലാം റിലീസായി കിട്ടും. ഇതാണ് ഇങ്ങനെ വലിയണം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാത്ത ഒരു വ്യായാമവുമില്ല. കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറ്റ് നിർബന്ധമാണ്. ഡയറ്റ് ഫോളോ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, പിന്നെ അവനവൻ്റെ ബോഡിയുടെ കണ്ടീഷൻ മനസ്സിലാക്കുക. ഒരുപാട് ഫാറ്റുള്ളവരാണെങ്കിൽ അതിന് റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. റിസൾട്ട് വരാത്ത ഒരു വ്യായാമമില്ല. ആരും നമ്മൾ ചെറുപ്പത്തിൽ അത്ര ഫിറ്റ്നസ്സിലോട്ടോ നിവർന്നൊരൊന്നും ആവില്ല. ഞാനൊക്കെ ഹെവി വെയിറ്റുള്ളൊരു മനുഷ്യനായിരുന്നു. വർഷങ്ങളോളം വർക്കൗട്ട് ചെയ്താണ് ആ ഒരു ഇതിലോട്ട് എത്തിയത്. കേരള അടക്കം 3 മാസ്റ്റേഴ്സ് കേരള ടൈറ്റിൽ, 7 ഡിസ്ട്രിക്ട് ടൈറ്റിൽ, സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻ, അങ്ങനെ 11ഓളം ടൈറ്റിൽ അടിച്ച ആളാണ് ഞാൻ. 15 വർഷമായിട്ട് കോമ്പറ്റീഷൻ രംഗത്ത് ഇപ്പോൾ ഉണ്ട്. 2025 ജനുവരിയിലും കോമ്പറ്റീഷൻ ചെയ്ത് ഡിസ്ട്രിക്ട് ചാമ്പ്യനാണ്. അപ്പോൾ നമ്മൾ അത്രയും വർഷങ്ങളായിട്ട് ഫിറ്റ്നസ് രംഗത്തുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഫിറ്റ്നസ്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും കമൻറ്റുകൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എനിക്ക് ഒരുപോലെ സന്തോഷം. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി.